ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുവിന് വെച്ച പാവയ്ക്ക പച്ചടിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പാവയ്ക്ക, പച്ചമുളക്, തൈര്, വറ്റൽമുളക്, കറിവേപ്പില, കടുക് എന്നിവയാണ്. പാവയ്ക്ക വൃത്തിയായി കഴുകിയാൽ കട്ടി കുറച്ച് വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കട്ടി കുറച്ചരിഞ്ഞെങ്കിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വട്ടത്തിലാണ് അത് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രം അടുപ്പ് വെച്ചൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിതിൽ ഒഴിക്കുന്ന ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ തലേദിവസമാണ് ഞാനിത് വെച്ചേക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ എണ്ണ കട്ടയായിട്ട് കറിയുടെ മുകളിൽ ഇങ്ങനെ കറി കട്ടയായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിലാണ് ഇത് ചേർത്തിരിക്കുന്നത്. നമുക്ക് പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. പാവയ്ക്ക ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ കൊണ്ട് പൊടിക്കണം. അങ്ങനെയാണ്. നമ്മൾ മിക്സിയുടെ ജാറിനകത്തല്ല ഇത് പൊടിക്കുന്നത്, നമ്മൾ കൈ കൊണ്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നമ്മളത് ശ്രദ്ധിച്ച് വാങ്ങണം. നമ്മുടെ പാവയ്ക്ക ഇവിടെ ആയിട്ടുണ്ട്. നമ്മളിത് ഇനിയും കോരി മാറ്റി വെക്കുമ്പം തന്നെ കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടിക്കോളും. അതുകൊണ്ട് നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ട അരപ്പാണ് തയ്യാറാക്കേണ്ടത്. ഞാനൊരു അരമുറി തേങ്ങയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. ഒരു 3 പച്ചമുളകും. എന്നിട്ടിത് നന്നായിട്ടും പേസ്റ്റ് രൂപത്തിൽ 2 സ്പൂൺ തൈര് ഇട്ടിട്ടാണ് ഇത് ഞാൻ അരയ്ക്കുന്നത്. വെള്ളം ചേർത്തല്ല, തൈര് ഒഴിച്ച് അരച്ചു വെച്ചു. ഇനി നമ്മുടെ തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. മിക്സിക്കകത്തിട്ട് ഉടയ്ക്കരുത്, അന്നേരം പിന്നെ അത് വെള്ളം പോലെയാകും. നമ്മൾ ഇങ്ങനെ തന്നെ സ്പൂണോ എന്തെങ്കിലും ഇട്ട് നമ്മൾ ഉടച്ചെടുക്കണം. അതിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക പൊടിച്ചത് നന്നായിട്ട് കൈകൊണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉടച്ചു വെച്ച തൈരിലിട്ട് കൊടുക്കാം. തൈരിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1.5 സ്പൂൺ കടുക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കടുകാണ് പാവയ്ക്ക പച്ചയുടെ ഏറ്റവും പ്രധാന ഐറ്റം. കടുക് നന്നായിട്ടും ചേർന്നെങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കടുകും ആ പാവയ്ക്കായും കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടട്ടെ. അതിനായിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടെ ഇതിന് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ആ അരപ്പും തൈരും എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെങ്കിൽ മാത്രം ആ പാവയ്ക്കായുടെ സ്വാദും കടുകിൻ്റെ സ്വാദും കൂടെ ഇതിലോട്ട് ഇറങ്ങുകയുള്ളൂ. ഇനി ഞാനൊരു പാനെടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ഞാനൊരു 5 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പില നമ്മൾ വറക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ കളറ് മാറരുത്. കളറ് മാറാത്ത വിധത്തിൽ ആ പച്ച കളർ അങ്ങനെ വേണം. പെട്ടെന്ന് തന്നെ അതിട്ടിട്ട് നമുക്കത് കോരി എടുത്ത് വെക്കാം. ഈ പരുവത്തിൽ കോരി എടുക്കണം. നമ്മൾ ഈ എണ്ണയിലിട്ട് തന്നെയാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. 1 സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു 4 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പാവയ്ക്കയും തൈരും കൂടെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കണം. കാരണം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് ഇത് അങ്ങ് ഒഴിച്ച് കഴിയുമ്പം തന്നെ അതൊന്ന് തിളച്ച് വരും. ആ പരുവം മതി. ഇരുന്ന് നമ്മൾ ഇത് ഇപ്പം നമ്മൾ ഈ സ്റ്റൗ ഓഫാക്കണം. എന്നിട്ട് നമ്മൾ വാങ്ങി വെക്കണം. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് മുളകും കറിവേപ്പിലയും കൂടെ അതും കൂടെ ഇട്ട് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി, അടിപൊളി പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.